കേരളത്തിലെ ദേശീയപാത വികസനത്തിലൂടെ പുതിയ മാതൃക തീർക്കുകയാണ് സംസ്ഥാന സർക്കാർ. സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെ വലിയ പ്രതിസന്ധികൾ തീർത്തപ്പോഴും സംസ്ഥാനം പിന്മാറിയില്ല. കേന്ദ്ര സർക്കാരാകട്ടെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത നിബന്ധനകൾ കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചു. അതിനെ തുടർന്ന് സ്ഥലമേറ്റെടുപ്പിനായുള്ള തുകയുടെ 25%, അതായത് 6000 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ വഹിക്കാൻ തീരുമാനിച്ചു. ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ജനങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തി സ്ഥലമേറ്റെടുക്കാനും ദീർഘകാല സ്വപ്നമായ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കാനും കേരളത്തിന് കഴിഞ്ഞു. കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ നീളുന്ന 645 കിലോമീറ്റർ പാതയാണിത്. 2026 ഓഗസ്റ്റോടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പല റീച്ചുകളിലും നിർമ്മാണം 80% പൂർത്തിയാക്കി കഴിഞ്ഞു. 45 മീറ്റർ വീതിയിൽ 6 വരി പാതയായാണ് ഇത് നിർമ്മിക്കുന്നത്. പ്രധാന നഗരങ്ങളെ ഒഴിവാക്കി ബൈപ്പാസുകളും ഫ്ലൈ ഓവറുകളും ഇതിന്റെ ഭാഗമാണ്. ഭൂമി ഏറ്റെടുക്കലിനായി മാത്രം ചെലവഴിച്ചത് ഏകദേശം 25,000 കോടി രൂപയിലധികമാണ്. കാൽനട യാത്രക്കാർക്കും മറ്റ് വാഹനങ്ങൾക്കും ഹൈവേ മുറിച്ചു കടക്കാൻ നിശ്ചിത ദൂരപരിധിയിൽ അടിപ്പാതകളും ദേശീയപാതയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട്. ദീർഘദൂരം യാത്രക്കാരെ തടസ്സപ്പെടുത്താതെ പ്രാദേശിക വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഇരുവശങ്ങളിലും സർവീസ് റോഡുകളും ഒരുക്കും. പണി പൂർത്തീകരിച്ച സ്ഥലങ്ങളിലെല്ലാം ഗതാഗതത്തിന് തുറന്നു കൊടുത്തു കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്ത് എത്തണമെങ്കിൽ മുമ്പ് 3 മണിക്കൂർ വേണമായിരുന്നു. ഇപ്പോൾ അത് 3/4 മണിക്കൂറായി കുറഞ്ഞു. നിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണെങ്കിലും എല്ലാവിധത്തിലും സഹായിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. മരങ്ങൾ മുറിച്ചു മാറ്റാൻ, വൈദ്യുതി ലൈൻ മാറ്റാൻ, സ്ഥലം ഏറ്റെടുക്കാൻ, തർക്കങ്ങൾ പരിഹരിക്കാൻ, വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ, ഇതിനെല്ലാം സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഇടപെട്ടു. ഇതോടെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ കേരളത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. സ്ഥലം ഏറ്റെടുക്കാൻ പണം അങ്ങോട്ട് നൽകിയ ഏക സംസ്ഥാനം കേരളമാണെന്നായിരുന്നു ഗഡ്കരിയുടെ വെളിപ്പെടുത്തൽ. ദേശീയപാത വികസനം എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട് എന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ വാദമാണ് ഇതിലൂടെ പൊളിഞ്ഞത്. 6 വഴി പാത വഴി തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ എത്താൻ വെറും 3 മണിക്കൂർ മതി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രയ്ക്ക് വേണ്ടി വരുന്നതാവട്ടെ 9 മണിക്കൂറും. നിർമ്മാണ വേഗം കൂട്ടാനും സുരക്ഷ ഉറപ്പാക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളയിൽ ദേശീയപാത അതോറിറ്റി അധികൃതരുമായി യോഗവും ചേരുന്നുണ്ട്. 2021 അധികാരത്തിലേറിയ ശേഷം 100 പാലങ്ങൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യം സർക്കാർ 3 വർഷത്തിൽ കൈവരിച്ചു. ഇപ്പോൾ പാലങ്ങളുടെ എണ്ണം 150 കടന്ന് 200ലേക്ക് എത്തി. 2021 LDFന് ഭരണ തുടർച്ച വന്നതോടെയാണ് പല വലിയ വികസന പദ്ധതികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. UDF ഭരണകാലത്ത് നാടിന്റെ വികസനത്തിന് ആവശ്യമായ പണം ഇല്ല എന്നതായിരുന്നു കേരളം നേരിട്ട പ്രശ്നം. കിഫ്ബി അടക്കമുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ വഴി LDF സർക്കാർ ഇതിനെയെല്ലാം മറികടന്നു. 50 വർഷം കൊണ്ട് തീർക്കാൻ കഴിയുന്നത്ര വികസന പദ്ധതികളാണ് 10 വർഷം കൊണ്ട് LDF സർക്കാർ പൂർത്തിയാക്കിയത്. നിങ്ങൾക്കറിയാമോ, വികസനത്തിന്റെ സ്പർശനമേൽക്കാത്ത ഒരു മേഖലയും ഇന്ന് കേരളത്തിലില്ല. വികസനത്തിന്റെ സ്വാദ് അനുഭവിക്കാത്ത ഒരാളും നാട്ടിലുണ്ടാവില്ല. അതാണ് LDF സർക്കാരിന്റെ പ്രധാന ഭരണ നേട്ടവും.